ശ്രീ നെടുമുടി വേണു, ശ്രീമതി KPS ശ്രീ നെടുമുടി വേണുവിനാണ് പഴുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇതാ നമ്മളുടെ അനുശ്വരനായ ഗായകൻ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ സാധിക്കുകയും ചെയ്തു. ഇത് പറയുമ്പോൾ നാട്യമലയാളി സമാജം കഴിഞ്ഞ ശനിയാഴ്ച ഒരു പ്രത്യേക ഒരു പ്രൊജക്ഷന് ഞങ്ങൾ രൂപം നൽകി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഇങ്ങോട്ടുള്ള വരം. ഒരുപക്ഷെ നിങ്ങൾ ചിരിക്കുവാണെങ്കിൽ ഞങ്ങൾ പറയും, ആദ്യമായി പ്രവാസി മലയാളി സംഘടനകൾ സ്നേഹമുള്ളവരെ, ശ്രീ കുര്യൻ പറഞ്ഞത് ശരിയാണ്. വൈകുന്നേരം നമുക്കൊരു ആഹാരം കഴിക്കാൻ എവിടെയോ വരണം എന്നല്ലാതെ കുറച്ച് ആളുകൾ കൂടുന്ന ഒരു ചടങ്ങുണ്ടെന്നോ അത് മലയാളി സമാജത്തിന്റെ ആണെന്നോ ഒന്നും എനിക്കറിയില്ല, കാപ്പറിയില്ല. ഇവിടെ വന്ന് വാക്കിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ കുറെ ആളുകൾ കുടിക്കുന്നത്, വിളക്ക് കണ്ടു, മൈക്ക് കണ്ടു. അപ്പോഴാണ് ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ടെന്നത്. ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അറിഞ്ഞാൽ ഒരു മാനസികമായ തയ്യാറെടുപ്പ് എന്നൊരു കാര്യമുണ്ട്, അതുണ്ടായിട്ടില്ല. പക്ഷെ അകത്ത് കയറിയപ്പോ സത്യം പറഞ്ഞാൽ ആ വിഷമൊക്കെ ഒന്ന് മാറി. ഒന്നാമത് മലയാളി സമാജം എന്നൊരു ബാനർ കാണുക, മലയാളി സമാജത്തിന് മലയാളത്തിൽ സ്വാഗതം പറയുക, മലയാളത്തിൽ പ്രസംഗിക്കുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത്ര അകലെ ഇരുന്ന് നിങ്ങൾ ഈ ഭാഷയെയും ഈ നാടിനെയും ഒക്കെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വളരെ 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 സന്തോഷമാണ്. ഞാൻ 26-28 വർഷം മുമ്പാണ് ആദ്യം അമേരിക്കയിൽ വരുമ്പോ മലയാളം പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്നാണ്